ഹലോ നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് കർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 മാത്തമാറ്റിക്സിൻ്റെ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ നോട്ട് കാണുന്ന ഇവർ ശ്രദ്ധിക്കുക. ഇത് നോട്ട് എടുത്തിരിക്കുന്ന HSS ലൈവിൽ നിന്നാണ്. നല്ലൊരു നോട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനും അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനും നല്ല നോട്ടാണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? പ്രോബബിലിറ്റിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചും പ്രോബബിലിറ്റിയുടെ ആക്സിയോമാറ്റിക് അപ്രോച്ചും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, വളരെ തിങ്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉപകാരപ്പെടുന്നതായിരിക്കും, ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പോൾ A and B are 2 events, എയും ബി രണ്ട് ഈവൻറ്റുകളാണ്. സച്ച് ദാറ്റ് P of A is equal to 0.42. അതായത് എയിൻ്റെ പ്രോബബിലിറ്റിയാണ് 0.42 ആൻഡ് ബീൻ്റെ പ്രോബബിലിറ്റി 0.48. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രോബബിലിറ്റി ഓഫ് A and B. പ്രോബബിലിറ്റി ഓഫ് A and B ഇസ് 0.16 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് A or B യും പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനകത്ത് പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും പ്രോബബിലിറ്റി ഓഫ് A and B എന്ന് കൊടുത്തിരിക്കുന്ന ഏത് ഓപ്പറേഷനാണ്? സെറ്റ് ഓപ്പറേഷനിൽ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ഈസ് 0.16 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് A or B, അതായത് A or വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിയനാണ് വരേണ്ടതെന്ന് ഓർക്കുക. അതായത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നത് ഇക്വേഷൻ അനുസരിച്ച് സെറ്റ് തിയറിയിൽ ഇതുപോലെ ഒരു സിമിലർ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? n of A union B is equal to n of A plus n of B plus n of minus n of A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്ന ഇക്വേഷൻ. സിമിലർ ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ പ്രോബബിലിറ്റിയുടെ കേസിലും പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B തന്നിട്ടുണ്ട്. വാല്യൂസ് എല്ലാം അതുപോലെ എടുത്തിടുക. അപ്പോൾ നമുക്ക് ആൻസർ 0.74 എന്ന് കിട്ടും. ജസ്റ്റ് ആ വാല്യൂസ് തന്നെ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ ആലോചിക്കുക, നെക്സ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ആൻഡ് B കോംപ്ലിമെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ അങ്ങനെ അല്ലായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ്. സിമിലർ ക്വസ്റ്റ്യൻ തന്നെ പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ആൻഡ് B കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഡിമോർഗൻസ് ലോ നമ്മൾ സെറ്റ് തിയറിയിൽ പഠിച്ചതാണ്. എങ്ങനെയായിരുന്നു? A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഈ A കോംപ്ലിമെൻറ്റ് യൂണിയൻ B കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് A ഇൻ്റർസെക്ഷൻ B ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണെന്ന് ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ട് സെറ്റ് തിയറിയിൽ പഠിച്ച കാര്യമാണ്. ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ട് സെറ്റ് തിയറിയിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതെങ്ങനെ ഇതായി എന്ന് ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യേണ്ടത്. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റിന് പകരം A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നീട് എന്താ ആലോചിക്കുക? പ്രോബബിലിറ്റി ഓഫ് A നോട്ട് A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് നമ്മൾ എഴുതി. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. അതെടുത്ത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന് സെക്കൻഡ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്കെന്ത് 0.26 എന്ന ആൻസർ കിട്ടും. സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ആണെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് പ്രോബ്ലം നോക്കി. ഇഫ് A and B ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈവൻസ് ദെൻ പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B. ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അത് കണ്ടന്റ് അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിക്കുക, എയും ബി രണ്ട് ഈവൻറ്റുകളാണ്. എങ്ങനെയുള്ള ഈവൻറ്റുകളാണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, എക്സോസ്റ്റീവ് ആണ്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ്റെ ആ ഈവൻറ്റിൻ്റെ എന്താണ് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഡിസ്ജോയിൻറ്റ് സെറ്റ്, നൾ സെറ്റ് എന്ന് പറഞ്ഞ് കിട്ടണം. അതായത് അവർ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, സെറ്റൊന്നുമില്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് ഡിസ്ജോയിൻറ്റ് സെറ്റാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവയാണ് എന്ത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പെയറുകളെന്ന് നമ്മൾ പറയുന്നത്. ഇനി എക്സോസ്റ്റീവ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? A യൂണിയൻ B എന്ത് കിട്ടണം? A യൂണിയൻ B എന്ന് പറയുന്നത് എന്ത് കിട്ടണം? A യൂണിയൻ B എന്ന് പറയുന്നത് രണ്ട് ഈവൻറ്റിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? നമുക്ക് സാമ്പിൾ സ്പേസ് S കിട്ടണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കിയാൽ പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്ക് എ യൂണിയൻ ബിൻ്റെ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എഴുതിക്കേ. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ ഇതൊന്ന് നോക്കുക. എ ഇൻ്റർസെക്ഷൻ ബി 5 ആയതുകൊണ്ട് അത് നടക്കാനുള്ള പ്രോബബിലിറ്റി 0 ആയി. സോ എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ പ്രോബബിലിറ്റി 0. ദാറ്റ് മീൻസ് ഈ ടേം 0 ആയിപ്പോകും. അത് ടേം 0 ആയിപ്പോയിട്ട് ബാക്കി പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി വരും. നമുക്കറിയാവുന്ന അടുത്ത കാര്യം എയും ബിയും എക്സോസ്റ്റീവ് ഇവൻസുകളായതുകൊണ്ട് എ യൂണിയൻ ബി എന്ത് വരും? എ യൂണിയൻ ബി സാമ്പിൾ സ്പേസാണ് വരുന്നത്. അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി നിങ്ങളൊന്ന് പറഞ്ഞ്. സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ആക്സിയോമാറ്റിക് അപ്രോച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ആക്സിയമായിട്ട് പഠിക്കുന്നുണ്ട്. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? 1 ആയിട്ട് എടുക്കും. തീർച്ചയായിട്ടും നടക്കുന്ന ഔട്ട്കംസാണ് സാമ്പിൾ സ്പേസിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 1 ആണ്. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് 1 ആയതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ത് വരും? 1 വരും. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മാത്രമേ ഉള്ളൂ. ഇയാൾ എന്തായിപ്പോയി? ഇയാളിവിടെ 0 ആയിപ്പോയി. അയാൾ വേണ്ട. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്ത് വരും? സോ ഇസ് ഈക്വൽ ടു 1 വരും. ഓപ്ഷൻ ബി. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2/11 is the probability of an event A and what is the probability of the event not A? അതായത് പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്. എന്താണ്? 2/11 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പഠിക്കണം? നോട്ട് എയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതായത് 1 മൈനസ്, അതായത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ അറിയാം. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. അതങ്ങോട്ട് അപ്ലൈ ചെയ്യുക. 1 മൈനസ് 2/11 എന്ന് വരും. 1 മൈനസ് 2/11 ദാറ്റ് ഈസ് 11/11 മൈനസ് 2/11 ദാറ്റ് ഈസ് 9/11 ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റെപ്പ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഒരു എ എന്ന് പറയുന്ന ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 3/5 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി 1/5 ആണ്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി. കണ്ടീഷൻ എന്ത് തന്നിട്ടുണ്ട്? ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണ് എയും ബി. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ത് വരും? 0 വന്നേ പറ്റുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 വന്നേ പറ്റുള്ളൂ. അതായത് പ്രോബബിലിറ്റി ഓഫ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓർ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ത് ഓപ്പറേഷനാണ്? സെറ്റിൻ്റെ കേസിൽ ഓർ വരേണ്ടത് യൂണിയനാണ്. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി ഇക്വേഷനകത്ത് ആര് വേണ്ട? ഈ പറയുന്ന പോലെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആയതുകൊണ്ട് അയാളെ വേണ്ട. സോ നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എ പ്രോബബിലിറ്റി ഓഫ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ 4/5 എന്ന് കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈവൻസ് ഇ ആൻഡ് എഫ് ആർ സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ഓർ നോട്ട് എഫ് ഈസ് ഈക്വൽ ടു 0.25. നോട്ട് ഇ ഓർ നോട്ട് എഫ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ഓർ നോട്ട് എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് യൂണിയൻ എഫ് കോംപ്ലിമെൻ്റ് ആണ് 0.25 കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് വെദർ ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഈ എഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ എന്ത് പറ്റണം? പ്രോബബിലിറ്റി ഓഫ് സ്റ്റേറ്റ് വെദർ ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൂവ് ചെയ്യാനല്ല, ഇവ രണ്ടുപേരും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ എക്സ്ക്ലൂസീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അല്ലെന്ന് പ്രൂവ് ചെയ്യണം. എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോബബിലിറ്റി ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് വന്നേ പറ്റുള്ളൂ? 0 വന്നേ പറ്റുള്ളൂ. ഈ ഒരു കണ്ടീഷൻ കിട്ടുമോ എന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഇക്വേഷൻ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുക. അതായത് പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 0.25 എന്ന് എഴുതാം. ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുക. അതായത് ഈ കോംപ്ലിമെൻറ്റ് യൂണിയൻ എഫ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈ ഇൻ്റർസെക്ഷൻ എഫ് ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ഇതിനെ എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്നതിനെ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 0.5. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ ഇവിടുന്ന് എന്ത് കിട്ടും? 1 മൈനസ് 0.25. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 0.75 ആണെന്നുള്ളത്. അതായത് കൃത്യമായിട്ടൊരു പ്രോബബിലിറ്റി നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ എഫിന് പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തല്ല? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. അതാണ് ലാസ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.25 that is equal to 0.75 which is not equal to 0. That means E and F are not mutually exclusive. Mutually exclusive ആണോ? ഒരിക്കലും ആവില്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 30 ഓപ്റ്റഡ് NCC, 32 ഓപ്റ്റഡ് NSS, 24 ഓപ്റ്റഡ് ഫോർ ബോത്ത് NCC ആൻഡ് NSS. പഴയ സെറ്റ് തിയറിയുടെ അതേ ചോദ്യങ്ങളാണ്. പ്രോബബിലിറ്റിയിലോട്ട് സെറ്റ് തിയറിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് എന്ത്? ആക്സിയോമാറ്റിക് അപ്രോച്ച്. ഇനി വൺ ഓഫ് ദീസ് സ്റ്റുഡൻസ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ്. ഓക്കെ, ഇത് ജസ്റ്റ് ഇതെന്ത് ചെയ്യുക, അതുപോലെ വെൻ ഡയഗ്രത്തിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ NCC എന്ന് പറയുന്ന എന്ന് പറയുന്ന ഈവൻ്റ് എടുക്കുക. NCCയിൽ എത്ര പേര് ജോയിൻ ചെയ്തു? NCCയിൽ ആകെയുള്ളത് 30 സ്റ്റുഡൻസ് ആണ്. അതുപോലെ NSSൽ ആകെയുള്ളത് 32 സ്റ്റുഡൻസ് ആണ്. രണ്ടും കൂടെ ഉള്ളത് എത്ര പേരാണ്? രണ്ടും കൂടെ ഉള്ളത് 24 പേരാണ്. അപ്പോൾ നിങ്ങൾ സെറ്റ് തിയറി ആലോചിക്കുമ്പം A 30 വരുന്നു, B 32 വരുന്നു. അങ്ങനെയെങ്കിൽ A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് എന്ത് വരും? 24 വരും. നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്തായാലും കൃത്യമായിട്ടൊരു റഫ് നീറ്റ് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതുപോലെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോലെ വരയ്ക്കുക. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷനിൽ 24 കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, Aക്ക് മാത്രം എത്ര, ഒള്ളി A എന്ന് പറയുമ്പോൾ എത്ര പേരാണ് വരുന്നത്? 24 + 6 ആണ് 30, അപ്പോൾ 6 അവിടെ വരും. ഇനി 24 + 8 ആണ് 32, അപ്പം Bന് മാത്രമായിട്ട് 8 വരും. ടോട്ടൽ അവിടെ 60 സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ 3 സബ് ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NCC ഓർ NSS. കുട്ടി NCCക്കോ NSSനോ ഓപ്റ്റ് ചെയ്തിരിക്കുന്നു. ഓർ അവിടെ വന്നിട്ടുണ്ട്, അതായത് യൂണിയൻ. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓരോന്നിനും പ്രോബബിലിറ്റി ആദ്യം കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറയുന്നത് A എന്ന ഈവൻറ്റിൽ എത്രയുണ്ടോ അതേ ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൻ്റെ ഔട്ട്കംസിൻ്റെ എണ്ണമാണ്. A എന്ന ഈവൻറ്റിൽ എത്ര ഔട്ട്കം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 കുട്ടികളാണ് NCC ഓപ്റ്റ് ചെയ്തത്, അല്ലേ? 30 കുട്ടികളാണ് NCC ഓപ്റ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ A എന്ന് പറയുന്ന ഈവൻറ്റിൽ NCC ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ A എന്ന് പറയുന്ന ഈവൻറ്റിൽ 30/60 അവിടെ കൊടുക്കുക. ഇനി പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറയുന്നത് 32/60 വരും. സെയിം പർപ്പസ് ആണ് NSS. ഇനി പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B അവർ തന്നിട്ടുണ്ട്. 24 കുട്ടികളാണ്, അപ്പോൾ രണ്ടിലും വരുന്നത് ബോത്ത് NCC ആൻഡ് NSS. കാണാൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് A ഓർ B ആണ്. അതായത് ക്വസ്റ്റ്യൻ അതുപോലെയല്ല ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ദ സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NCC ഓർ NSS എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഓർ വന്നതുകൊണ്ട് യൂണിയൻ ആണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് ആ യൂണിയൻ്റെ ഇക്വേഷൻ കൊടുത്തു, പ്രോബബിലിറ്റികൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. ആൻസർ വരുന്നത് എന്താണ്? 30 + 32 - 24 / 60 കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് എടുത്ത് എഴുതാൻ പറ്റും. 38/60 എന്ന് നമുക്കവിടെ ആൻസർ കിട്ടും. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്റ്റഡ് നെയ്തർ NCC നോർ NSS. കുട്ടി ഇതുപോലെ NCCയിലും ചേർന്നിട്ടില്ല, NSSലും ചേർന്നിട്ടില്ല. നെയ്തർ നോർ വരുമ്പോൾ എന്തുപയോഗിക്കണം? എന്താണ് അവിടുത്തെ ഓപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് A ആൻഡ് നോട്ട് B. കുട്ടി A എന്ന ഈവൻറ്റിലും ഇല്ല, B എന്ന ഈവൻറ്റിലും ഇല്ല, NCCയിലും ഇല്ല, NSSലും ഇല്ല. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ്. വി നോ ദാറ്റ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതിനകത്ത് പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 - അതായത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 - പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് വരും. സോ 1 - പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. യൂണിയൻ പ്രോബബിലിറ്റി നേരത്തെ കണ്ടിരുന്നു, അതുകൊണ്ട് 1 - 38/60 എന്ന് വരും. 22/60 എന്ന് നമുക്ക് അവിടെ ആൻസർ കിട്ടും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് നോക്കിക്കേ. ദ സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്റ്റഡ് NSS ബട്ട് നോട്ട് NCC. കുട്ടി NSS തിരഞ്ഞെടുത്തു, A എടുത്തു, ബട്ട് നോട്ട് NCC, A - B. അതായത് A ഡിഫറൻസ് B ആണ് അവിടുത്തെ ഓപ്പറേഷൻ. സോറി NSSന് കൊടുത്തത് B ആയിരുന്നു അല്ലേ? അതുകൊണ്ട് കുട്ടി NSS എടുത്തു, B എടുത്തു, പക്ഷേ NCC A എടുത്തിട്ടില്ല. അപ്പം ഡിഫറൻസ് B - A ആണ് അവിടുത്തെ ഓപ്പറേഷൻ. പ്രോബബിലിറ്റി ഓഫ് B ബട്ട് നോട്ട് A, അതായത് പ്രോബബിലിറ്റി ഓഫ് B - A. പ്രോബബിലിറ്റി ഓഫ് B - A എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. നമ്മൾ സെറ്റ് തിയറിയിൽ പഠിച്ചിട്ടുള്ളത് B - A എങ്ങനെയൊക്കെ എഴുതാം? B ഇൻ്റർസെക്ഷൻ A കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. മാത്രമല്ല B - A ഇൻ്റർസെക്ഷൻ B എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാം. സോ പ്രോബബിലിറ്റി അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് B - A എന്ന് പറയുന്നത് എന്താണ്? ഫലത്തിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് B - പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് നമുക്ക് അവിടെ എഴുതാൻ പറ്റും.
അതായത് ഇവിടെ ഇതേ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുള്ള 32/60 എന്ന് പറയുന്നത് NSS-ലുള്ള കുട്ടികളുടെ എണ്ണം അല്ലേ, അതിൻ്റെ പ്രോബബിലിറ്റി 32/60. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 24/60. മൈനസ് ചെയ്യുമ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആണ് 32 - 24 8/60 എന്നവിടെ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. 2 പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. അതിൻ്റെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ്? അറ്റ്ലീസ്റ്റ് 1 tail ഒക്കെ. സോ കുറഞ്ഞത് ഒരു ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി നോക്കുക. അപ്പോൾ സാമ്പിൾ സ്പേസ് നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ. 2 കോയിൻ ഒരുപോലെ ടോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നതിൻ്റെയൊക്കെ സാമ്പിൾ സ്പേസ് 1 ആണ്. സാമ്പിൾ സ്പേസ് ഇങ്ങനെ കിട്ടും. അതിനകത്ത് മിനിമം ഒരു ടെയിൽ വരണം. അറ്റ്ലീസ്റ്റ് ഒരു ടെയിൽ വരുന്ന കേസുകൾ മാത്രം എടുത്ത് ഒരു ഈവൻ്റ് എഴുതിക്കുക. HTTH ഇതാണ് ആ ഈവൻറ്റ്. ഇനി ഈ ഈവൻറ്റ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത്? എയിൽ എത്ര ഔട്ട്കം ഉണ്ടോ N(A) ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൽ എത്ര ഔട്ട്കം ഉണ്ടോ N(S). എയിൽ 3, സാമ്പിൾ സ്പേസിൽ 4, 3/4 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കാർഡിൻ്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഡെക്ക് ഓഫ് കാർഡിനകത്ത് മൊത്തം എത്ര കാർഡുകളുണ്ട്? 52 കാർഡുകളുണ്ട്. ഈ 52 കാർഡുകളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? 26 ബ്ലാക്ക് കാർഡ്സ് എന്നും 26 റെഡ് കാർഡ്സ് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് കാർഡ്സ് 26 ഉണ്ട്, റെഡ് കാർഡ്സ് 26 ഉണ്ട്. ഈ 26 ബ്ലാക്ക് കാർഡ്സിൽ തന്നെ 13 സ്പെയ്ഡ് ഉണ്ട്, 13 ക്ലബ്ബും ഉണ്ട്. 13 സ്പെയ്ഡും ഉണ്ട്, 13 ക്ലബ്ബും ഉണ്ട്. അപ്പോൾ ഈ ക്ലബ്ബും സ്പെയ്ഡും നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്തിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ സ്പെസിഫിക് സൈനുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഈ പറയുന്ന ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൈനൊന്നും വരില്ല. നിങ്ങൾക്ക് സ്പെയ്ഡൊന്നും ക്ലബ്ബൊന്നും വരില്ല. സ്പെയ്ഡും ക്ലബ്ബും എന്താണ്? ബ്ലാക്ക് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ 26 റെഡ് കാർഡിനെ നമ്മൾ 13 ഹേർട്ട് എന്നും ഡയമണ്ട്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹേർട്ടും ഡയമണ്ട് റെഡ് ആണെന്ന് കരുതുക, സ്പെയ്ഡും ക്ലബ്ബും ബ്ലാക്ക് ആണെന്ന് കരുതുക. അപ്പോൾ ഓരോ കാർഡിലും ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ഏസ് കാർഡ് കാണും, ദെൻ 2 to 10 കൗണ്ടിങ് നമ്പേഴ്സ് ഉള്ള കാർഡുകൾ കാണും, ദെൻ കിങ്, ജാക്ക്, ക്യൂന് എന്നീ 3 കാർഡുകൾ അല്ലാണ്ട് കാണും. ഇപ്പോൾ 13 ക്ലബിനകത്ത് വരുന്നത് പോലെ 13 സ്പെയ്ഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ 13 ക്ലബിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഒരു ഏസ് കാർഡ് വരുന്നുണ്ട്, 2 to 10 കൗണ്ടിങ് നമ്പേഴ്സ് ഉള്ള കാർഡ് വരുന്നുണ്ട്, പിന്നെ കിങ്, ജാക്ക്, ക്യൂന് എന്നിങ്ങനെ ഫേസ് കാർഡ്സ് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത്. സോ ഫേസ് കാർഡ്സിൻ്റെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ കിങ്ങും ജാക്കും ക്യൂവിനെ വരുന്നുള്ളൂ. ഏസ് കാർഡ് ഫേസ് കാർഡ് അല്ല. ഏസ് കാർഡ് സാധാരണ നമ്മൾ ഇതുപോലെ കാർഡുകളിനകത്ത് 1 ആയിട്ട് കൂട്ടും, ചിലപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ജോക്കർ എന്ന് പറയുന്ന കാർഡൊക്കെ വരുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ ജോക്കറൊന്നും നമ്മൾ ഇതിനകത്ത് പ്രോബ്ലംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ സ്യൂട്ടുകളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലാക്ക് സ്യൂട്ട് ആയാലും റെഡ് സ്യൂട്ട് ആയാലും 26 കാർഡുകളുള്ളതിൽ ഇതിനകത്ത് ഓരോ കാറ്റഗറിയിലും, അത് സ്പീഡ് ആണെങ്കിലും ക്ലബ് ആണെങ്കിലും ഹേർട്ട് ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും നമ്മൾ അതിനകത്ത് ഏസ് കാർഡ് മുതൽ ഏസ് കാർഡ്, കിങ്, ജാക്ക്, ക്യൂൻ എന്ന് പറയുന്ന 3 ഫേസ് കാർഡ്സ്, 2 to 10 കൗണ്ടിങ് നമ്പേഴ്സ് ഉള്ള കാർഡ്സ് ഇതെല്ലാം തന്നെ വരും. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിനോട്ട് നീങ്ങാം. 1 card is draw from a well shuffled deck of 52 cards. അപ്പം 52 കാർഡ് ഉള്ളതിൽ ഒരു കാർഡ് എടുത്തു, റാൻഡമായിട്ട് എടുത്തു. ആൻഡ് ഇഫ് ഈച്ച് ഔട്ട്കം ഈസ് ഈക്വലി ലൈക്ലി ദെൻ കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് വിൽ ബി. അതായത് ഈക്വലി ലൈക്ലി ഈവൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഔട്ട്കം എന്ന് പറയുന്നത്, അതായത് ഏത് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഓരോ കാർഡിൻ്റെയും പ്രോബബിലിറ്റി എന്താണ്? ഈക്വലാണ്. ഈ 52 കാർഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റിയും ഈക്വൽ പ്രോബബിലിറ്റിയാണ്, 1/52 ആണ്. ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് വിൽ ബി എ ഡയമണ്ട്. അപ്പോൾ ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഡയമണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഡയമണ്ട് 13 എണ്ണമാണ്. ടോട്ടൽ 52 കാർഡാണ്. 13/52 വരും, ദാറ്റ് ഈസ് 1/4 വരും. 52ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 13 × 4 ആണ് 52 എന്ന് മനസ്സിലാവും. സോ 1/4 ആണ് അവിടെ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി. നോട്ട് ആൻ ഏസ് കാർഡ്. ഏസ് കാർഡ് വരരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എത്ര ഏസ് കാർഡ് ഉണ്ടെന്ന് നോക്കുക. നമുക്ക് സ്പീഡ് ആയാലും ക്ലബ്ബ്, ഹേർട്ട്, ഡയമണ്ട് ഈ 4 കേസുകളിൽ നമുക്ക് ഈ പറയുന്ന പോലെ 4 ഏസ് കാർഡ് ഉണ്ട്. അപ്പോൾ 52ൽ നിന്നും 4 ഏസ് കാർഡ് കുറയ്ക്കുക. അതായിരിക്കും ഇവിടുത്തെ ന്യൂമറേറ്റർ. അതായത് ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ഏസ് കാർഡ്സ് 42 - 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ സാമ്പിൾ സ്പേസിൽ ഔട്ട്കം 52.
ദാറ്റ് മീൻസ് അവർ ആൻസർ 48 ഡിവൈഡഡ് ബൈ 52 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ആൻഡ് ബ്ലാക്ക് കാർഡ് എന്ന് പറയുന്നത്, ബ്ലാക്ക് കാർഡിനകത്ത് ക്ലബും സ്പീഡും മാത്രമാണ് വരുന്നത്. ബ്ലാക്ക് കാർഡും റെഡ് കാർഡും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 26 ഈച്ച് ആയിട്ടാണ്. അപ്പോൾ 26 ഡിവൈഡഡ് ബൈ 52 എന്ന് നമ്മുടെ ആൻസർ കിട്ടും. നമുക്ക് ഇതിൻ്റെ ആൻസർ 1/2 എന്ന് വരും. നോട്ട് എ ഡയമണ്ട് വരരുത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആലോചിക്കുക എത്ര ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് 13 കാർഡ്സ് ആണുള്ളത്. സോ 52 മൈനസ് 13 കാണുക, ദ ഹോൾ ഡിവൈഡഡ് ബൈ 52 കൊടുക്കുക. 39. ഓക്കെ, 39 ഡിവൈഡഡ് ബൈ 52 എന്ന് വരും. അതും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 39 എന്ന് പറയുന്നത് 13 × 3 ആണ്. ദെൻ 52 എന്ന് പറഞ്ഞാൽ 13 × 4 ആണ്. ദാറ്റ് ഈസ് 3/4 എന്ന് വരും. ഓക്കെ, ദെൻ നോട്ട് എ ബ്ലാക്ക് കാർഡ് ആവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി റെഡ് കാർഡുകൾ നോക്കുക. റെഡ് കാർഡ് 26 ആണ്. 26/52 ആൻസർ 1/2 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കാർഡിൻ്റെ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ. 2 dice are thrown at random and find the probability of getting a doublet. അപ്പം ഒരു 2 ഡൈ എറിയാണ്, നമുക്കൊരു ഡബ്ലറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഡബ്ലറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതുപോലെ ഫസ്റ്റ് ഡൈയിൽ 1 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡൈയിലും 1 വരണം. സെക്കൻഡ് ഡൈയിൽ 2 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡൈയിലും 2 ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഈ ചാൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് സെയിം നമ്പേഴ്സ് ഇതുപോലെ 2 ഡൈയിലും കാണിക്കുന്ന അതാണ് ഡബ്ലറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ ആൻസർ നോക്കാം. ഇതുപോലെ 2 ഡൈ ത്രോ ചെയ്യുവാണ്. അതിൻ്റെ ഡബ്ലറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 1 2 2 3 3 4 4 5 5 6 6. അപ്പോൾ ഇത്രയും ഔട്ട്കംസ് വരുന്നതാണ് നമ്മൾ ഈ ഈവൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഇതാണ് ഡബ്ലറ്റ്സിൻ്റെ ഔട്ട്കംസ് ഉൾപ്പെടുത്തി ഈവൻ്റ് 6 ഔട്ട്കംസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഈ സാമ്പിൾ സ്പേസിൽ 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? ഒരു ഡൈ n ടൈംസ് ത്രോ ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ n ഡൈസ് എടുക്കുന്നു, അത് അറ്റ് എ ടൈം ത്രോ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഔട്ട്കംസിൻ്റെ ഫോർമുല 6⁻n ആണ്. അതായത് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമാണ് എടുക്കുന്നത്. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36 ഔട്ട്കംസ് ആണ് സാമ്പിൾ സ്പേസിൽ വരേണ്ടത്. സോ ഹിയർ വി ഹാവ് ദ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടു ഈവൻ്റ് എ is 6 and the total number of possible outcomes that is included in our sample space is 36. So we have to find 6/36. അതല്ലേ പ്രോബബിലിറ്റി ഓഫ് ഈവൻ്റ് എന്ന് പറയുന്നത്. ആ ഈവൻറ്റിൽ എത്ര എണ്ണം ഉണ്ടോ, അതായത് ഔട്ട്കംസ് എത്ര വരുമോ, അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ അവർ സാമ്പിൾ സ്പേസ്. സോ 6/36 1/6 വരും. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഗെറ്റിംഗ് എ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് 8. അപ്പം സം എന്ത് വരണം? ഈ നമ്പേഴ്സ്, അതായത് ഈ ഷോ ചെയ്യുന്ന നമ്പേഴ്സ്, ഡൈസ് വന്ന് ത്രോ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 8 കിട്ടണം, അല്ല 8 കിട്ടണം. സോ നമ്മൾ മറ്റൊരു ഈവൻ്റ് എടുക്കുന്നു. ബി ഈസ് ആൻ ഈവൻറ്റ് ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് 8 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ നമ്പേഴ്സ് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 നോക്കിക്കോളെ. 1 എടുക്കുമ്പോൾ 1 7 ആണ് വരുന്നത്. 1 7 എന്ന് പറയുന്നതൊന്നും ഡൈയിലില്ല, അതുകൊണ്ട് തന്നെ 2 എടുക്കുക. 2 6 എഴുതാം. 2 6 എഴുതുമ്പോൾ 6 2 എഴുതാൻ പറ്റും. ഇനി നോക്കിയാൽ 3 5 എഴുതാം. 5 3 എഴുതാൻ പറ്റും. പിന്നെ 4 4. അപ്പോൾ ഇത്രയും ഔട്ട്കംസ് മാത്രമേ ഈ ഒരു ഈവൻറ്റിൽ, അതായത് നമ്പേഴ്സിൻ്റെ സം 8 വരുന്ന തരത്തിൽ ഈവൻ്റ് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഔട്ട്കംസ് വരുള്ളൂ. എത്ര ഔട്ട്കംസ് ഉണ്ട്? 5 ഔട്ട്കംസ് ഉണ്ട്. സോ നമുക്കറിയാം ടോട്ടൽ സാമ്പിൾ സ്പേസിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? സാമ്പിൾ സ്പേസിൽ 6⁻²2 36 ഔട്ട്കംസ് ഉണ്ട്. ഇവിടെ എത്ര ഔട്ട്കംസ് ഉണ്ട്? ഇവിടെ 5 ഔട്ട്കംസ് ആണ് വരുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഓഫ് to the event B and the number of possible outcomes in the sample space is 36. So 5/36 എന്ന് വരും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. Then next question നോക്കിക്കേ. A ball contains 9 discs of which 4 are red and 3 are blue and 2 are yellow. അപ്പോൾ ടോട്ടൽ 9 ഡിസ്കുകളാണ് ഒരു ബാഗിനകത്തുള്ളത്. 4 എണ്ണം റെഡ് ആണ്, 4 are red and 3 are blue, also 2 are yellow എന്ന് പറയുന്നുണ്ട്. And the discs are similar in shape and size. Okay, and a disc is drawn at random from the bag. ഒരെണ്ണം നമ്മൾ വെറുതെ എടുക്കുന്നു. and calculate the probability that it will be red, yellow, blue or not blue, either red or blue. അപ്പോൾ ഇത്രയും ചാൻസുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി നമുക്ക് നോക്കിയാലോ. റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി
അപ്പോൾ നിങ്ങൾ നോക്കിയേ, ആ സാമ്പിൾ സ്പേസിൽ നമ്മൾ ആ ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ സാമ്പിൾ സ്പേസിൽ നിന്ന് ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വരാമെന്ന് നോക്കുക. എന്നിട്ട് ഓരോന്നും റെഡ് വരാനുള്ള പ്രോബബിലിറ്റി, ബ്ലൂ വരാനുള്ള പ്രോബബിലിറ്റി, യെല്ലോ വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നിങ്ങൾ ആ സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് 9 ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഓരോ ഡിസ്കും അപ്പിയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി സെയിം പ്രോബബിലിറ്റിയാണ്. ഓരോ ഡിസ്കിനും സെയിം പ്രോബബിലിറ്റിയാണ്. റെഡ് മാത്രം വരാനുള്ള പ്രോബബിലിറ്റി ഓക്കെ. നമ്പർ ഓഫ് റെഡ് എന്ന് പറയുന്നത് 4 ആണ്. ടോട്ടൽ 9 വരും. 4/9 ആണ് അവിടെ ആൻസർ എന്ന് പറയുന്നത്, അല്ലേ? 4/9 ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, റെഡ് വരാനുള്ള പ്രോബബിലിറ്റി. ഇനി യെല്ലോ വരാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിലോ, യെല്ലോ അവിടെ എത്ര എണ്ണം ഉണ്ട്? 2 ഡിസ്ക് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയെങ്കിൽ നമ്മളൊരു യെല്ലോ ഡിസ്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/9 വരും. 2/9 വരും. ദെൻ ദ പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ഡിസ്ക് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ബ്ലൂ ഡിസ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. ഇനി ബ്ലൂ ഡിസ്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി പറയുന്നത് എങ്ങനെയാണ്? 3/3 ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് 3/9 വരും. ദാറ്റ് ഈസ് ക്യാൻസൽ ചെയ്യുമ്പോൾ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, റെഡ്യൂസ് ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ബ്ലൂ. ബ്ലൂ വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ടോട്ടൽ 9 ഡിസ്ക് ആണുള്ളത്. അതിനകത്ത് ബ്ലൂ ഡിസ്ക് എന്ന് പറയുന്നത് ഏകദേശം എത്ര എണ്ണം ഉണ്ട്? ബ്ലൂ ഡിസ്ക് എന്ന് പറയുന്നത് കറക്റ്റ് 3 എണ്ണം ഉണ്ട്. അപ്പോൾ 9 - 3 6. അപ്പം അതർ ഡിസ്കുകൾ, അതായത് റെഡും യെല്ലോയും ചേർന്ന് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6 ഡിസ്കുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോട്ട് ബ്ലൂ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/9 ആണ്. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന പോലെ റെഡിൻ്റെയും യെല്ലോയുടെയും എണ്ണം നിങ്ങൾ കൗണ്ട് ചെയ്യുക. 4 റെഡും 2 യെല്ലോയും ആണുള്ളത്. അപ്പോൾ 4 + 2 6 വരും. അങ്ങനെ അതിൻ്റെ ടോട്ടൽ എടുക്കുക. നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് 6/9 എന്ന് വരും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2/3 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? വേറെ വ്യത്യസ്ത രീതിയിലാണ്. നമ്മൾ പഠിച്ചേക്കുന്ന ഫോർമുല വെച്ചിട്ടാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് എ ബ്ലൂ ഡിസ്ക് എന്നാണ്. ബ്ലൂ ഡിസ്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലൂ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 1/3 ആണ്. അപ്പോൾ നോട്ട് ഗെറ്റിംഗ് ബ്ലൂ ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യും. പ്രോബബിലിറ്റി ഓഫ് C കോംപ്ലിമെൻറ്റ്, ഇവിടെ C ആണ് ഈവൻ്റ് ആയിട്ട് എടുത്തിട്ട്. പ്രോബബിലിറ്റി ഓഫ് C കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 - പ്രോബബിലിറ്റി ഓഫ് C ആണ്. ദാറ്റ് ഈസ് 1 - 1/3 2/3 എന്ന് വരും. ഇങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഐദർ റെഡ് ഓർ ബ്ലൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർ വന്നതുകൊണ്ട് അവിടെ യൂണിയൻ വരണം. റെഡ് വന്നതുകൊണ്ട് റെഡിൻ്റെ ഈവൻ്റ് ആയിട്ട് എടുത്ത ഏതാണോ അതിവിടെ വരണം. അതേ യൂണിയൻ ബ്ലൂവിൻ്റെ ഈവൻ്റ്. അപ്പോൾ നമ്മൾ റെഡിൻ്റെയും ബ്ലൂവിൻ്റെ ഈവൻ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്തു വന്ന സ്റ്റെപ്പിനകത്ത് ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, A ആയിരുന്നു അവിടുത്തെ റെഡ് കിട്ടാനുള്ള, അല്ലെങ്കിൽ റെഡ് ഡിസ്ക് എടുക്കുന്നതിൻ്റെ ഈവൻ്റ്. ഇനി ബ്ലൂ ഡിസ്ക് എടുക്കുന്നതിൻ്റെ ഈവൻ്റ് C ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ഐദർ റെഡ് ഓർ ബ്ലൂ ഡിസ്ക് എന്നാണ്. സോ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ C ആയിരുന്നു. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ C is equal to probability of A plus probability of C എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഇത് എന്തുകൊണ്ട് ഇവിടെ നിർത്തി? മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ C എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഓരോ ഈവൻറ്റും എന്താണ്, ഈ A എന്ന് പറയുന്ന ഈവൻറ്റും C എന്ന് പറയുന്ന ഈവൻറ്റും എടുക്കുമ്പോൾ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ഒരിക്കലും നിങ്ങൾ റെഡ് ഡിസ്ക് എടുക്കുമ്പോൾ ബ്ലൂ ഡിസ്ക് വരില്ല, ബ്ലൂ ഡിസ്ക് എടുക്കുമ്പോൾ റെഡും വരില്ല. അപ്പോൾ ഒരെണ്ണം ഹാപ്പൻ ചെയ്യുന്നത് മറ്റൊരെണ്ണം ഹാപ്പൻ ചെയ്യുന്നതിൻ്റെ ചാൻസിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ C എന്ത് വന്നേ പറ്റത്തുള്ളൂ? 0 വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ C is equal to പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് C. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് A നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4/9 ആണ് പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറയുന്നത്, റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. 1/3 നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി എന്തെന്ന് എഴുതാം? 3/9 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ 4 + 3 ന്യൂമറേറ്റേഴ്സ് മാത്രമാണ് ഇവിടെ ഡിഫറൻറ്റ്, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി നമ്മൾ എഴുതി. അങ്ങനെയെങ്കിൽ 7/9 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇതിങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കിക്കേ.
Two students, Anil and Ashima, appeared in an examination. Okay, the probability that Anil will qualify the examination is 0.05. Anil ആ എക്സാമിനേഷൻ ജയിക്കാനുള്ള സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ് 0.05. ഇനി ദാറ്റ് ആഷിമ വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ ഈസ് 0.10. അപ്പോൾ ആഷിമയ്ക്ക് ഇതുപോലെ പ്രോബബിലിറ്റി കൂടുതലാണ്, ജയിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്, 0.10 ആണ്. ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ബോത്ത് വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ, അവർ രണ്ടും എക്സാമിനേഷൻ ജയിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 0.02 ആണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് അനിൽ ആൻഡ് ആഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അനിലും ആഷിമയും ക്വാളിഫൈ ആകരുത്. ആൻഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്റർസെക്ഷൻ വരണം. വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പ്രോബബിലിറ്റി വരുന്നതെന്ന് നോക്കിക്കേ. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് അനിൽ ആൻഡ് ആഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ, അതായത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് അനിൽ വരണം ആൻഡ് നോട്ട് ആഷിമ വരണം. അതായത് അനിലും ക്വാളിഫൈ ചെയ്യരുത്, ആഷിമയും ക്വാളിഫൈ ചെയ്യരുത്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഈ കോംപ്ലിമെൻറ്റ്, ഇവിടെ ഈ എന്ന് പറയുന്നത് അനിൽ ക്വാളിഫൈ ചെയ്യുന്ന ഈവൻ്റ് ആണ്. അത് നേരത്തെ കൂട്ടി പറയുന്നുണ്ട്, ഞാൻ സ്റ്റെപ്പ് പറഞ്ഞില്ല. പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് അനിൽ ക്വാളിഫൈ ആവുന്നതാണ്. പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്ന എഫ് എന്ന ഈവൻ്റ് ആഷിമ ക്വാളിഫൈ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ആണ് അവിടെ പറയുന്നത്, പ്രോബബിലിറ്റി ആണ് അവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് വരും, കോംപ്ലിമെൻറ്റ് എഫ് എന്ന് വരും. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡി മോർഗൻസ് ലോ വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് ഈ യൂണിയൻ എഫ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. സോ പ്രോബബിലിറ്റി ഓഫ് ഒരു ഈവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ആ ഈവൻറ്റിന് പ്രോബബിലിറ്റി ഓഫ് ആ ഈവൻ്റ് എടുക്കുക. ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് വരും. ഇനി ഈ യൂണിയൻ എഫ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിന് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താണ്? ഇതിൻ്റെ പ്രത്യേകമുള്ള ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. നിങ്ങളുടെ കയ്യിൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഉണ്ട് 0.05, പ്രോബബിലിറ്റി ഓഫ് എഫ് ഉണ്ട് 0.01, പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഉണ്ട്, അത് മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്തിട്ട് 1 മൈനസ് അത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.87 എന്നവിടെ ആൻസർ കിട്ടും. ആ 0.87 ആണ് എന്ത്? ആഷിമയും അനിലും ഒരുപോലെ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എളുപ്പമാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ ഈ ഒറ്റ സ്റ്റെപ്പിൽ ഇത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് പ്രത്യേകം കണ്ടുപിടിക്കുക കേട്ടോ. നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. സോ ഈ വേർഡിങ്സ് എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ അറിയാവോ ഇല്ലയോ എന്നല്ല ഇവിടെ നോക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് സ്ഥിരം നമുക്ക് ചോദിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഓപ്പറേഷൻ, സെറ്റ് ഓപ്പറേഷൻ ഏതാണെന്ന് അറിയണം. അതനുസരിച്ച് അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. സോ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ മീനിങ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ആൾ ക്വാളിഫൈ ചെയ്യാനുള്ള ഈവൻ്റ് ആണ് ഇ, സെക്കൻഡ് ആൾ ക്വാളിഫൈ ചെയ്യാനുള്ള ഈവൻ്റ് ആണ് എഫ്. രണ്ടുപേരും ഒരുപോലെ ക്വാളിഫൈ, അതായത് കുറഞ്ഞത് ഒരാളെങ്കിലും ക്വാളിഫൈ ചെയ്യരുതെന്നാണ്. അതായത് ഇയും എഫും ക്വാളിഫൈ ചെയ്യരുത്. ഇ എഫും ക്വാളിഫൈ ചെയ്യുന്നതാണ് ഈ ഇൻ്റർസെക്ഷൻ എഫ് ക്വാളിഫൈ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നോട്ട് വരും. സോ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇയും എഫും ക്വാളിഫൈ ചെയ്യരുത്. പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഈ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് വരും. നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്താ ഇവിടെ തന്നിട്ടുണ്ടല്ലേ, നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് കാണുക. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇൻ്റർസെക്ഷൻ എഫ് 0.02, ദാറ്റ് ഈസ് 0.98 എന്നവിടെ ആൻസർ കിട്ടും. നിങ്ങൾ തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഓൺലി 1 ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ. ഓൺലി 1 ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അവരിൽ ഒരാൾ മാത്രമേ അതാണ് ഓൺലി 1 ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അയാൾ ഒരാൾ മാത്രമേ ക്വാളിഫൈ ആവാവൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഇതാ നോക്കിക്കേ. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഇ എന്ന് പറയുന്ന ആൾ ക്വാളിഫൈ ആവുന്നെങ്കിൽ അതിനോടൊപ്പം തന്നെ എഫ് ക്വാളിഫൈ ആവരുത്. ഇ ക്വാളിഫൈ ആവണം, എഫ് ക്വാളിഫൈ ആവരുത്. അവിടെ വരേണ്ട ഓപ്പറേഷൻ ഇൻ്റർസെക്ഷൻ. അതിനോടൊപ്പം തന്നെ എന്നുള്ളതാണ് ഇൻ്റർസെക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഓർ അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓൺലി വൺ ഓഫ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെ എന്ന് കറക്റ്റ് പറയുന്നില്ല. ഈ മാത്രം ക്വാളിഫൈ ചെയ്ത് എഫ് മാത്രം തോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടം വെച്ച് നിർത്താം. ഇനി നമുക്ക് അടുത്തൊരു ചാൻസ് എടുക്കാം. അതായത് എഫ് ക്വാളിഫൈ ചെയ്യുന്നു, ഈ തോക്കുന്നു. എഫ് ക്വാളിഫൈ ചെയ്യുന്നു, എഫ് സക്സസ്, ഈ ഫെയിലുവർ. അപ്പോൾ ഈ നോട്ട് ഈ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ എഫും വരാം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി കാണണം. അതുകൊണ്ട് ഓർ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റിയുടെ കേസിൽ നമ്മൾ പ്ലസ് ആണ് ആഡ് ചെയ്യുന്നത്. യൂണിയനാണ് വരേണ്ടതെന്ന് പറയുന്നത് സെറ്റ് ഓപ്പറേഷൻ്റെ കേസിലാണ്. ഇവിടെ നമ്മൾ എന്ത് മതി? ഇവിടെ പ്ലസ് ആഡ് ചെയ്താൽ മതി. കാരണം എന്താ? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ഈവൻ്റ് ഇവരുടെ ഇടയിൽ യൂണിയൻ വരണമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഈവൻ്റ് ഇവർക്കിടയിൽ യൂണിയൻ വരണം. ഈ രണ്ട് ഈവൻറ്റും എന്താണ്? ഒരുപോലെ സംഭവിക്കില്ല. അതായത് ഇവർ രണ്ടുപേരും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതുകൊണ്ട് ഇവിടെ യൂണിയൻ വന്നു, എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, വേർ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എന്തെടുത്തിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് എന്നെടുത്തിരിക്കുന്നത്. അപ്പം ഇതും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇനി ഇയാളെ കാണാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താ? പ്രോബബിലിറ്റി ഓഫ് ഇ മൈനസ് എഫ് ആണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇ മൈനസ് ഇ ഡിഫറൻസ് എഫ് ആണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ കോംപ്ലിമെൻറ്റ്. ഇത് കാണാനുള്ളത് മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. പ്രോബബിലിറ്റി ഓഫ് ഇ മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് കാണുക. അപ്പോൾ അവിടെ കാണുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.05 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് നമുക്ക് തന്നിട്ടുണ്ട് 0.02 ആണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുവച്ചു. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഇവിടുന്ന് തന്നെ നോക്കുക. പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് ആണ്. ഇതിൻ്റെ ഫോർമുല എന്ത് വരും? ഇൻ സിമിലർ വേ നമുക്ക് അതിൻ്റെ ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് എഴുതാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് എഫും പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫും എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ എല്ലാം കൂടെ സം എടുത്താൽ മതി. ഇതിൻ്റെ പ്രത്യേക ഒരു ആൻസർ കിട്ടും, ഇതിൻ്റെ പ്രത്യേക ആൻസർ കിട്ടും. രണ്ടിൻ്റെയും കൂടെ സം എടുക്കുക. 0.11 എന്ന് ആൻസർ കിട്ടും നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A committee of 2 persons is selected from 2 men and 3 women. അപ്പം 2 മെന്നുണ്ട്, 3 വുമൺ ഉണ്ട്. 2 മെന്നുണ്ട്, 3 വുമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് കമ്മിറ്റിയിൽ എത്ര പേര് മതി? 2 പേഴ്സൺസ് മതി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് കമ്മിറ്റി വിൽ ഹാവ് നോ മാൻ? പുരുഷന്മാരാരും വരരുത്. ബി 1 മാൻ, ഒരു പുരുഷനെ വരാവൂ. സി 2 മെൻ, അതായത് 2 പുരുഷന്മാർ വരണം, 2 പുരുഷന്മാരായിരിക്കണം. അപ്പോൾ 2 പേര്. അപ്പോൾ ഈ ഈവൻറ്റുകളുടെ പ്രോബബിലിറ്റി കാണുക എന്നുള്ളതാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് നമ്മൾക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാൻ കാണും. അപ്പോൾ ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്? പ്രോബബിലിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷനും കൂടാണ് ഈ ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് നിങ്ങൾക്ക് അറിയാം, 2 മെന്നും 2 മെന്ന് പ്ലസ് 3 വുമൺ ആണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ 5 പേഴ്സൺസ് ആണ് വരേണ്ടത്. 5 പേഴ്സൺസ് ആണ് ഇവിടെ വരേണ്ടത്. സോ 2 പേഴ്സൺസ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം 5. അപ്പോൾ 5 പേഴ്സൺസിൽ നിന്നും 2 പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നത് 5C2 ആണ്. സെലക്ഷൻ ഇറ്റ് ഈസ് കോമ്പിനേഷൻ, ദാറ്റ് ഈസ് 5C2 വേസ് എന്ന് നമുക്കറിയാം. 5C2 വേസിലാണ് അവരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നോ മെൻ ഇൻ ദ കമ്മിറ്റി ഓഫ് 2 മീൻസ് ഈ 2 പേര് എടുക്കുന്നതിനകത്ത് മെൻ ഒന്നും തന്നെ വരില്ല. അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ദെയർ വിൽ ബി നോ മെൻ, അതായത് അവിടെ മെന്ന് വരാൻ പാടില്ല. അപ്പോൾ ആരെ എടുക്കണം? ഹ്യൂമണിനെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണക്ക് അവിടെ വരേണ്ടത് 3C2 എന്ന് പറയുന്ന ആൻസറാണ് വരേണ്ടത്. 3C2 വേസിൽ നമുക്ക് 3 വുമണിൽ നിന്നും 2 വുമണിനെ എടുക്കാൻ പറ്റും. 3 വുമണിൽ നിന്നും 2 വുമണിനെ 3C2 വേസിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഓക്കെ ആയോ? ഇത്ര ഓക്കെ ആയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നോ മാൻ
അതായത് മാൻ ഒന്നും വരരുത് എന്നുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് 2 വുമൺ വരാനുള്ള പ്രോബബിലിറ്റിയാണ്. ഈ കേസിൽ മാനും വുമണ്ണും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാൻ ഒന്നും വരരുത് എന്ന് പറയുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 2 വുമൺ ആണ്. 2 വുമൺ ആണ്. നോട്ട് എ മാൻ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് 2 വുമൺ ആണ്. ദാറ്റ് ഈസ് 3C2 ഡിവൈഡഡ് ബൈ 5C2. അപ്പോൾ അതായത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 3C2 വേസ് ആണ് അവിടെ വരുന്ന എന്ത് നമ്പർ ഓഫ് ഔട്ട്കംസ്. സ്ത്രീകളെ മാത്രം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 സ്ത്രീകളിൽ നിന്ന് 2 സ്ത്രീകൾ. ഇനി ഈ പറയുന്ന 2 പേരെ മൊത്തം 5 പേരിൽ നിന്ന് സെലക്ട് ചെയ്യാൻ 5C2. അപ്പോൾ ഇതിനകത്ത് മൊത്തം സാമ്പിൾ സ്പേസിൽ എത്ര ഔട്ട്കംസ് വരും? 5C2 ഔട്ട്കംസ് വരും. നമ്മളെടുത്ത പ്രത്യേക ഈവൻറ്റിനകത്ത് എത്ര ഔട്ട്കം ഉണ്ട്? 3C2 ഔട്ട്കംസ് ഉണ്ട്. നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് 3C2 ഡിവൈഡഡ് ബൈ 5C2. അതാണ് 3/10 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഈ 3/10 പണ്ടത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയോ എന്തോ. 3C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 × 2 ഡിവൈഡഡ് ബൈ 1 × 2 എന്ന് വരും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 5C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 എന്ന് വരും. സോ 1 × 2 രണ്ടിടത്തും കോമൺ ഡിനോമിനേറ്റേഴ്സ് ആണ്. ഈ പർട്ടിക്കുലർ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ കോമൺ ഡിനോമിനേറ്റേഴ്സ് ആണ് 1 × 2 എന്ന് പറയുന്നത്. അപ്പം അതങ്ങ് ക്യാൻസൽ ചെയ്യാൻ പോയിട്ട് നമുക്ക് 3 × 2 ഡിവൈഡഡ് ബൈ 5 × 4 എന്ന് വരും. അപ്പോൾ മുകളിലും താഴെയും 2ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. അതും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 3/5 × 2 3/10 എന്ന ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അതായത് നമുക്ക് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 1 മാൻ, അതായത് ഒരാൾ മാൻ ആയിരിക്കണം. അപ്പോൾ മറ്റേ ആൾ എന്തായിരിക്കണം? മറ്റേ ആൾ വുമൺ വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ 2 പേരിൽ നിന്ന് ഒരു മാനിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? 2C1 വേസിലാണ് 2 മെന്നിൽ നിന്നും ഒരു മാനിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു മാനേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ആ അടുത്ത ആളെ എവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ? 3 വുമണിൽ നിന്നും ഒരു വുമണിനെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 വുമണിൽ നിന്നും ഒരു വുമൺ. അങ്ങനെയെങ്കിൽ 2C1 × 3C1 വേസിലാണ് നമുക്ക് ആ ഒരു ഈവൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആ ഈവൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 1 മാൻ. എക്സാക്ട്ലി അതായത് ആ ഈവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഈവൻ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 1 മാൻ. ഒരാൾ വരണം. അപ്പോൾ ഒരാൾ വരണമെന്നുള്ള പ്രോബബിലിറ്റിയിൽ ഒരു മാനും ആയിരിക്കണം, അതുപോലെ തന്നെ ഒരാൾ വുമണും ആയിരിക്കണം. കാരണം 2 പേരെ നമുക്ക് മൊത്തത്തിൽ എടുക്കണം. അപ്പോൾ ആ ഒരു ഈവൻറ്റിൻ്റെ കേസിൽ അങ്ങനെയാണ്. ഒരാൾ മാനും ഒരാൾ വുമനും വന്നേ പറ്റത്തുള്ളൂ. അതായത് 2C1 × 3C1 വേസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 2C1 × 3C1 കേസിൽ അവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഇതുപോലെ കോമ്പിനേഷൻ പറഞ്ഞപ്പോൾ അതിനകത്ത് സെയിം പ്രോബ്ലംസ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഓക്കെ, 2C1 × 3C1 ഡിവൈഡഡ് ബൈ 5C2. ഇപ്പോൾ 2C1 എത്രയാണ്? 2C1 2 ആണ്. ഇൻറ്റു 3C1 എത്രയാണ്? 3C1 3 ആണ്. ഡിവൈഡഡ് ബൈ 5C2 എന്ന് പറഞ്ഞാൽ 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 എന്ന് വരും. നമുക്കിവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2 വരും. ഇവിടുത്തെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രാക്ഷൻ എടുക്കുമ്പോൾ, ഈ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ 2 × 3 6 വരും. ഡിവൈഡഡ് ബൈ 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3/5 എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്, ഇതിൻ്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 2 മെൻ. അപ്പോൾ 2 മെൻ ആയിരിക്കണം. അപ്പോൾ 2 മെന്നിൽ നിന്നും കമ്മിറ്റിയിലേക്ക് 2 ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. 2 മെന്നിൽ നിന്നും 2 ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2C2 വേസിലാണ് ആ ഈവൻറ്റിന് അകത്ത് വരുന്ന ഔട്ട്കംസ് വരുന്നത്. 2C2 വേസ്. 2C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. NC0 ഈസ് ഈക്വൽ ടു NC N ആണ്. ദാറ്റ് ഈസ് ഇത് രണ്ടും ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, മറ്റൊരു രീതി പറഞ്ഞാൽ NC1 എന്ത് വരുമെന്ന് അറിയാവോ? NC1 എന്ന് പറയുന്നത് N ആണ്. അതുപോലെ തന്നെ NCN-1 എന്താണ്? NCN-1 എന്താണ്? N വരും.
ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. നമ്മൾ കോമ്പിനേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. സോ 2C2 എന്ന് പറയുന്നത് 1 വരും. 5C2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തു, അത് 10 വരും. സോ 1/10 ആണ് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 മെന്നിനെ നമ്മൾ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കോമ്പിനേഷൻ വരുന്ന പ്രോബ്ലംസ് മനസ്സിലായേ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 ഫ്രൈഡേയ്സ് ഇൻ എ ലീപ്പ് ഇയർ. അപ്പോൾ ലീപ്പ് ഇയറിൽ 53 ഫ്രൈഡേ വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ വർഷങ്ങളെന്ന് പറയുന്നത് 365 ഡേയ്സ് ആണുള്ളത്. അങ്ങനെ 365 ഡേയ്സ് നമ്മൾ എടുത്ത് നാലാമത്തെ വർഷം ആകുമ്പോൾ അവിടേക്ക് നമ്മളൊരു ദിവസവും കൂടെ ആഡ് ചെയ്യും, 366 ഡേയ്സ്. അങ്ങനെ നമ്മൾ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇയറുകളുള്ള വർഷങ്ങളെ ലീപ്പ് ഇയർ നമ്മൾ വിളിക്കും. അങ്ങനെ 4 വർഷം കൂടുമ്പോൾ നമ്മളെന്ത് ലീപ്പ് ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ലീപ്പ് ഇയറിലേക്ക് വരുമ്പോൾ 366 ഡേയ്സ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കറിയാം ഒരു വീക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 ഡേയ്സ്. 1 വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഡേയ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന 366 ഡേയ്സിനകത്ത് എത്ര വീക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് സിംപിളി നിങ്ങൾ എന്ത് ചെയ്യുക, 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 52 എന്ന് പറയുന്ന അവിടുത്തെ കോഷ്യൻ്റ് ആയിട്ട് വരും, 2 എന്ന് പറയുന്ന അവിടുത്തെ റിമൈൻഡർ ആയിട്ട് വരും. സോ 52 വീക്സും 2 ഡേയ്സ് അവിടെ എക്സ്ട്രാ വരും. സോ കംപ്ലീറ്റ്ലി നമുക്ക് 52 വീക്സ് കിട്ടും. പിന്നെ 2 ഡേയ്സ് അവിടെ എക്സ്ട്രാ വരും. ആ 2 ഡേയ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ഡേ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കംപ്ലീറ്റ് ആയിട്ട് 52 വീക്സ് അവിടെ നമുക്ക് ലീപ്പ് ഇയറിൽ കിട്ടുന്നു. അതിനകത്ത് 52 ഫ്രൈഡേയ്സ് എന്തായാലും വരും. നമുക്ക് 53 ഫ്രൈഡേയ്സ് കിട്ടാനുള്ള, ഒരു ലീപ്പ് ഇയറിൽ 53 ഫ്രൈഡേയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സ്ട്രാ വരുന്ന 2 ദിവസങ്ങൾ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് മൺഡേ തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൺഡേ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എന്ത് വന്നേ പറ്റുള്ളൂ, സെക്കൻഡ് ട്യൂസ്ഡേ. ഫസ്റ്റ് ട്യൂസ്ഡേ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വെനസ്ഡേ വരും. ഫസ്റ്റ് വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് തേഴ്സ്ഡേ വരും. ദെൻ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ, ദെൻ സാറ്റർഡേ സൺഡേ, ദെൻ സൺഡേ മൺഡേ. പിന്നെയും മൺഡേ ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇതിനകത്തേക്ക് പോകും. അങ്ങനെ നമുക്ക് ഈ ഒരു പെയറുകളായിട്ട് എഴുതാൻ പറ്റുന്നത് എത്രണ്ണമാണ്, 7 പെയേഴ്സ് ആണ് ഇവിടെ എഴുതാൻ പറ്റും. നമ്മളിവിടെ 2 എക്സ്ട്രാ ഡേയ്സിന് പ്ലസ് 2 എക്സ്ട്രാ ഡേയ്സിനെ നമുക്ക് അറിയാവുന്ന കിട്ടാനുള്ള ചാൻസുകൾ അനുസരിച്ചിട്ട് ഡേയ്സിൻ്റെ പെയറുകളാക്കി മാറ്റി. ഇനി നോക്കിക്കേ, ഇതിനകത്ത് ഈ പറയുന്ന പോലെ 53 ഫ്രൈഡേയ്സ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 52 ഫ്രൈഡേയ്സ് ഓക്കെയാണ്, അത് തീർച്ചയായിട്ടും വരും. പക്ഷേ 53rd ഫ്രൈഡേ വരാൻ 2 രീതിയിൽ വരാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഈ 52 ആഴ്ചകൾ കഴിഞ്ഞിട്ട് 2 ദിവസങ്ങൾ കിടക്കുമ്പം ആദ്യത്തെ ദിവസം തേഴ്സ്ഡേ വരാം, രണ്ടാമത്തെ ദിവസം ഫ്രൈഡേ വരാം. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഫ്രൈഡേ വരാം, രണ്ടാമത്തെ ദിവസം സാറ്റർഡേ വരാം. ഏത് വർഷമാണെന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. തേഴ്സ്ഡേ ഫസ്റ്റ് വരുന്നു, സെക്കൻഡ് ഫ്രൈഡേ വരുന്നു, ഫസ്റ്റ് ഫ്രൈഡേ വരുന്നു, സെക്കൻഡ് സാറ്റർഡേ വരുന്നു. അങ്ങനെ 2 രീതിയിലാണ് ഫ്രൈഡേ ഒരു ദിവസം അവിടെ അപ്പിയർ ചെയ്യുന്നത്. പെൻഡിങ് ഉള്ള 2 ദിവസത്തേക്ക്, എക്സ്ട്രാ ഉള്ള 2 ദിവസത്തേക്ക് ഫ്രൈഡേ അവിടെ അപ്പിയർ ചെയ്യുന്നത് 2 പെയറായിട്ടാണ്. നമ്മൾ 2 ചാൻസുകൾ അവിടെ വരും. അങ്ങനെയെങ്കിൽ അവിടെ എടുക്കാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് ചാൻസുകൾ എന്ന് പറയുന്നത് ഈ 7 ചാൻസുകളാണ് ടോട്ടൽ പെയർ 7. സാമ്പിൾ സ്പേസിനകത്ത് 7 ഔട്ട്കംസ് ഉള്ളത്. ഇനി നമ്മൾ എടുക്കുന്ന ഈവൻറ്റിന് ഫ്രൈഡേസ് ആരൊക്കെ വരാം, തേഴ്സ്ഡേ ഫ്രൈഡേ വരാം, ഫ്രൈഡേ സാറ്റർഡേ വരെ 2 എണ്ണം വരാം. അപ്പോൾ 2/7 ആണ് എന്തെന്ന് പറയുന്നത്, 53 ഫ്രൈഡേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. 53 ഫ്രൈഡേസ് ഒരു ലീപ്പ് ഇയറിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/7 എന്ന് വരും. എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നിങ്ങളുടെ അടുത്ത് ഈ പറയുന്ന പോലെ ഫ്രൈഡേ മാറ്റിയിട്ട് ഈ ചോദ്യത്തിൽ ട്യൂസ്ഡേ ആണ് ചോദിച്ചെങ്കിലോ, ട്യൂസ്ഡേ ആണെങ്കിലും സെയിം എഫക്റ്റാണ്. നോക്കിക്കേ, മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ വരുന്ന ഒരു കേസ്,
ട്യൂസ്ഡേ കഴിഞ്ഞ് വെനസ്ഡേ വരുന്ന 2 കേസ്, ടോട്ടൽ 7 കേസസ്. ഇപ്പോൾ 2/7 അല്ലേ ഇവിടെ വരുന്നത്. ഇനി നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്ന വെനസ്ഡേ ആണെങ്കിലോ, നോക്കിയേ, ട്യൂസ്ഡേ വെനസ്ഡേ വരുന്ന 1 കേസ്, വെനസ്ഡേ തേഴ്സ്ഡേ വരുന്ന 1 കേസ്. ഇപ്പോൾ 2 ടോട്ടൽ കേസ് 7 ആണ്. അപ്പം ഏത് ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കോളൂ. റൈറ്റ് എ സാമ്പിൾ സ്പേസ് ഓഫ് ടോസിങ് എ കോയിൻ 3 times. ഇത് നമുക്ക് ഏത് കുഞ്ഞിനും എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് അത് എഴുതുന്നത്? ഫസ്റ്റ് നിങ്ങൾ എന്താ എഴുതുക? ഹെഡ് 2 പ്രാവശ്യം വരണം, ഹെഡ് ടെയിൽ 2 പ്രാവശ്യം വരണം, 2 പ്രാവശ്യമല്ല, ടെയിൽ ഹെഡ് വരണം, പിന്നെ ടെയിൽ വരണം. അതായത് ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴോ 2 കോയിൻസ് അറ്റ് എ ടൈം ടോസ് ചെയ്യുമ്പോഴോ ഇത്രയും സാമ്പിൾ സ്പേസിൻ്റെ സാമ്പിൾ സ്പേസിൽ ഔട്ട്കംസ് ആയിട്ട് വരേണ്ടതാണ്, സാമ്പിൾ പോയിന്റ്സ് ആയിട്ട് വരേണ്ടതാണ്. നമുക്ക് 3 times ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസാണ് ചോദിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ 3 കോയിൻ അറ്റ് എ ടൈം ടോസ് ചെയ്യുന്ന കേസാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് എഴുതാൻ വേണ്ടി തൽക്കാലം ഇത്ര എഴുതുക. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ എൻഡിൽ ഹെഡ് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 4 കേസ് കിട്ടും, ആദ്യത്തെ 4 ഔട്ട്കംസ് കിട്ടും. എന്നിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഹെഡ് ടെയിൽ ഹെഡ് ടെയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ലാസ്റ്റ് ടെയിൽ കൊടുക്കുക. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ സിമ്പിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കയറി ചോദിക്കുമ്പോൾ സാമ്പിൾ സ്പേസ് എഴുതാൻ ചോദിക്കാവുന്നതിൽ നല്ലൊരു ചോദ്യമാണ് ഇതും. പിന്നെന്താണ് 2 dice ത്രോൺ അറ്റ് എ ടൈം എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനും. അത് എത്ര സാമ്പിൾ സ്പേസിനകത്ത് എത്ര ഔട്ട്കംസ് വരും? 36 ഔട്ട്കംസ് വരും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ, ഇപ്പോൾ എക്സാം ടൈമിൽ ഈ പറയുന്ന കണക്ക് ഈ ചാൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് എടുത്തെഴുതുന്നത് വളരെ നമ്മൾ പെട്ടെന്ന് തിങ്ക് ചെയ്യുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ പാടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ ആ ഫസ്റ്റ് 4 മാത്രം വരുന്ന കേസ് എഴുതുക, ലാസ്റ്റ് അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ ഹെഡ് ആഡ് ചെയ്യുക, സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക, ലാസ്റ്റ് അതിൻ്റെ കൂടെ ടെയിൽ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ടോട്ടൽ 8 ഔട്ട്കംസ് ഉള്ള ഒരു സാമ്പിൾ സ്പേസ് കിട്ടും. അതാണ് എന്ത്, ഒരു കോയിൻ 3 times ടോസ് ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു കോയിൻ 3 times ഒരു കോയിൻ n times ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ സാമ്പിൾ സ്പേസിൻ്റെ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ത് വരണം? 2 raised to n വരണം. ഇനി n കോയിൻസ് എടുക്കുന്നു, അത് അറ്റ് എ ടൈം ടോസ് ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ സാമ്പിൾ സ്പേസ് 2 raised to n ഔട്ട്കംസ് ആണ് അവിടെ വരേണ്ടത്. ഇവിടെ 2 raised to 3 ഔട്ട്കംസ് ആണ്, ടോട്ടൽ 8 വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ഡൈ ഈസ് റോൾഡ് ആൻഡ് എ ബി ദ ഈവൻറ്റ് സച്ച് ദാറ്റ് ഡൈ ഷോസ് 4. ഡൈ 4 വരുന്നതാണ് എ എന്ന് പറയുന്ന ഈവൻറ്റ്. ആൻഡ് ബി ദ ഈവൻറ്റ് സച്ച് ദാറ്റ് ഡൈ ഷോസ് ആൻ ഈവൻ നമ്പർ. ഡൈ ഒരു ഈവൻ നമ്പർ കാണിക്കുന്നു. ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണോ? അല്ല. കാരണം 4 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ ഈവൻറ്റിലും ആ ഒരു ഔട്ട്കം അപ്പിയർ ചെയ്യുന്നതുകൊണ്ട് അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. സോ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എയും ബിയും എക്സ്ക്ലൂസീവ് ഈവൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് നോക്കണം. അതാണ് പ്രോപ്പർ മെത്തേഡ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് നിങ്ങൾ ഗസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷേ അവിടെ എന്തായില്ല, ചെക്ക് വെദർ ആ ഒരു ആൻസർ ആയില്ല. യെസ് ഓർ നോ വേണമെങ്കിൽ എഴുതാം, നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണോ? അല്ല. കാരണം 4 രണ്ടെണ്ണത്തിലും വരുന്നുണ്ട്, നോ. ഇനി എ ആൻഡ് ബി ആർ എക്സോസ്റ്റീവ് ഈവൻസ് ആണോ? ഒരിക്കലും അല്ല. എക്സോസ്റ്റീവ് ഈവൻസ് ആവുമ്പം ഈ പറയുന്ന കണക്ക് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടും. ഈ 4ൻ്റെയും ഈവൻ നമ്പേഴ്സിൻ്റെയും കൂടെ യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടില്ല. ഈവൻ നമ്പേഴ്സിൻ്റെ ആ ഒരു ഈവൻ്റ് തന്നെയാണ് കിട്ടുന്നത്. അതും നോ ആണ് അവിടെ വരേണ്ടത്. ഇതാണ് നമ്മുടെ ഗെസ്. ഓക്കെ, യെസ് അല്ലേ, ഇതാണ് റൈറ്റ് ആൻസർ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് എഴുതണം. പിന്നെ ഡൈ ഈസ് റോൾഡ് ദ സാമ്പിൾ സ്പേസ് അങ്ങോട്ട് എഴുതുക. 1 to 6 ഫസ്റ്റ് 6 കൗണ്ടിങ് നമ്പേഴ്സ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. തന്നെ എ എന്ന് പറയുന്ന ഈവൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇതുപോലെ ഡൈയിൽ 4 അപ്പിയർ ചെയ്യുന്ന ഈവൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ഔട്ട്കോയേ ഉള്ളൂ, സെറ്റ് 4. ഇനി ബി എന്ന് പറയുന്ന ഈവൻറ്റ് ഡൈ ഷോസ് ആൻ ഈവൻ നമ്പറാണ്. അവിടെ 2, 4, 6 ആണ് ഔട്ട്കംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് എഴുതുക. അപ്പോൾ 2 ഈവൻറ്റുകൾ എയും ബിയും എഴുതി അതിൻ്റെ ഔട്ട്കംസ് എഴുതി സെറ്റുകളാക്കി.
ഇനി എ ഇൻ്റർസെക്ഷൻ ബി കാണുക. എ ഇൻ്റർസെക്ഷൻ ബി കാണുമ്പോൾ അവിടെ എക്സ്ക്ലൂസീവ് ആണോ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി കാണുമ്പോൾ നിങ്ങൾക്ക് 4 കിട്ടും അല്ലേ. 4 അവിടെ കോമൺ ആയിട്ടുള്ള ഔട്ട്കം ആണ്. ഇപ്പോൾ കോമൺ ഔട്ട്കം ഉള്ളത് കൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി എന്തല്ല, ഡിസ്ജോയിൻ്റ് സെറ്റ് അല്ല. ഈസ് നോട്ട് എ ഡിസ്ജോയിൻ്റ് സെറ്റ്. നോട്ട് എ ഡിസ്ജോയിൻ്റ് സെറ്റ്. നോട്ട് എ ഡിസ്ജോയിൻ്റ് സെറ്റ്. നോട്ട് എ ഡിസ്ജോയിൻ്റ് സെറ്റ് ആയതുകൊണ്ട് എയും ബിയും എന്തല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. നമ്മളവിടെ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എ യൂണിയൻ ബി കാണുക. സെറ്റ് 4 യൂണിയൻ സെറ്റ് 2, 4, 6 എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് അല്ല. സാമ്പിൾ സ്പേസ് അല്ല, അത് വീണ്ടും 2, 4, 6ലേക്കാണ് വന്ന് നിൽക്കുന്നത്. അപ്പം 2 സെറ്റിൻ്റെ യൂണിയൻ സാമ്പിൾ സ്പേസ് ആയാൽ മാത്രമേ അത് എക്സ്ഹോസ്റ്റീവ് ഈവൻസുകളാവാൻ പറ്റുള്ളൂ. സോ എയും ബി എക്സ്ഹോസ്റ്റീവ് ഈവൻസ് അല്ല എന്ന് നമ്മളവിടെ പ്രൂവ് ചെയ്തു. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഇൻ വിച്ച് എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അണ്ടിൽ എ ഹെഡ് കംസ് അപ്പ് ആൻഡ് റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഒരു കോയിൻ ഇതുപോലെ ഹെഡ് കിട്ടുന്നവരെ ടോസ് ചെയ്യുന്നു. അതെ, ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത ഏതാണ്? നമ്മുടെ ഈവന്റ് എന്ന് പറയുന്നത് ഹെഡ് കിട്ടുന്നവരെ ടോസ് ചെയ്യുന്നതാണ്. ഹെഡ് കിട്ടുന്നവരെ ടോസ് ചെയ്യുന്നത്. കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അണ്ടിൽ എ ഹെഡ് കംസ് അപ്പ്. സോ നമുക്ക് അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ ഈ ബോക്സ് ഒന്ന് നോക്കിയേ. നമുക്ക് ഫസ്റ്റ് ടോസിൽ തന്നെ ഹെഡ് കിട്ടിയാൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ആ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും. ഈ ഫസ്റ്റ് ടോസിൽ ടെയിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടോസിൽ ഹെഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഫസ്റ്റ് ടോസിലും ടെയിൽ കിട്ടി, സെക്കൻഡ് ടോസിലും ടെയിൽ കിട്ടി, തേർഡ് ടോസിലാണ് ഹെഡ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹെഡ് കിട്ടുന്നവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ആ ഈവൻറ്റുകളെന്ന് പറയുന്നത്. നമ്മുടെ ഈവൻ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ദെൻ നമുക്ക് അതിൻ്റെ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി നോക്കിയാലോ. നിങ്ങൾക്ക് ഫസ്റ്റ് ടോസിൽ ഹെഡ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ സാമ്പിൾ സ്പേസിൽ ഫസ്റ്റ് ഔട്ട്കം ഹെഡാണ്. സെക്കൻഡ് ഔട്ട്കം TH, അതായത് ടെയിൽ ഹെഡ് എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഫസ്റ്റ് ടോസിൽ നിങ്ങൾക്ക് ടെയിൽ കിട്ടി, സെക്കൻഡ് ടോസിൽ നിങ്ങൾക്ക് ഹെഡ് വന്നു. അവിടെ കൊണ്ട് ആ റാൻഡം എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്യണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. കാരണം ചാൻസുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഫസ്റ്റ് ടോസിലാണോ സെക്കൻഡ് ടോസിലാണോ തേർഡ് ടോസിലാണോ ഹെഡ് കിട്ടുന്നത് എന്നുള്ളത് കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് ഈ സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫൈനൈറ്റ് സാമ്പിൾ പോയിന്റ്സ് ആണ് ഇവിടെ വരുന്നത്. അതായത് ഔട്ട്കംസിൻ്റെ എണ്ണം ഇൻഫൈനൈറ്റ് ആണ്. സോ ഫസ്റ്റ് TH എന്ന് വരും. ദെൻ ആദ്യത്തെ 2 ടോസിൽ ഇതുപോലെ ടെയിൽ വന്നു. ദെൻ തേർഡ് ടോസിൽ H കിട്ടി. ആദ്യത്തെ 3 ടോസിലും ടെയിൽ വന്നു. ദെൻ 4th ടോസിൽ H കിട്ടി. നെക്സ്റ്റ് എന്തായിരിക്കും, ആദ്യത്തെ 4 ടോസിലും ടെയിൽ വന്നു. നെക്സ്റ്റ് 5th ടോസിൽ H കിട്ടി. ഇതായിരിക്കും അടുത്ത് വരുന്നത്. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ എഴുതി പോവാം. ഇത് നെവർ എൻഡിങ് ആണ്. ഇങ്ങനെ സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആദ്യത്തെ ഒരു 3-4 എണ്ണം ഔട്ട്കംസ് എഴുതിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, 3 ഡോട്ട് ഇടുക, ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ റാൻഡം എക്സ്പെരിമെന്റ് 6 കോയിൻസ് ആർ ടോസ്ഡ് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, ഒരുപോലെ 6 കോയിൻ എടുത്ത് ടോസ് ചെയ്യുന്നു. ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. ഒരേ ടൈമിൽ 6 കോയിൻസ് ടോസ്ഡ് അറ്റ് എ ടൈം, 6 കോയിൻസ് ഒരേ ടൈമിൽ ടോസ് ചെയ്യുന്നതും ഒരു കോയിൻ 6 ടൈംസ് ടോസ് ചെയ്യുന്നതും രണ്ടിനും ഒരേ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. എന്താണ് ആൻസർ വരുന്നത്? 2n, ദാറ്റ് ഈസ് 2⁶ വരും. 2⁶ എന്താണ്? 32, 64. ഓക്കെ, അതിന് ആൻസർ ഇവിടെ ഓക്കെ 2⁶ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2⁶ വരും. ദെൻ നമ്പർ ഓഫ് പോസിബിൾ അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഓഫ് ടോസിങ് n കോയിൻ സൈമിൾട്ടേനിയസ്ലി ഓർ ടോസിങ് a കോയിൻ n ടൈംസ്, രണ്ടും 2⁻n ആണ്. ഇതുപോലെ തന്നെയാണ് എന്ത് വരുന്നത്, ഇതുപോലെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഡൈ റോൾ ചെയ്യുമ്പോൾ ഉള്ള കേസ്. n ഡൈസ് അറ്റ് എ ടൈം അല്ലെന്നുണ്ടെങ്കിൽ സൈമിൾട്ടേനിയസ്ലി നമ്മൾ റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഔട്ട്കംസ്, സാമ്പിൾ സ്പേസിൻ്റെ നമ്പർ ഓഫ് ഔട്ട്കംസ് 6⁻n വരും. ഇനി ഈ പറയുന്ന പോലെ ഒരു ഡൈ n ടൈംസ് റോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഔട്ട്കം എന്ത് വരും? 6⁻n വരും. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. സോ നിങ്ങൾക്ക് അവിടെ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ ദ സാമ്പിൾ സ്പേസ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെന്റ് ഓഫ് ത്രോയിങ് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ അവിടുത്തെ ഔട്ട്കംസ് എത്രയാണെന്ന് പറഞ്ഞ കണക്ക് 6⁻2 വരും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പെയർ ഓഫ് ഡൈസ് ഈസ് ത്രോൺ. ഓക്കെ, ആൻഡ് ദെൻ എസ്റ്റിമേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഈവൻ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ഡേ. അപ്പോൾ ഫസ്റ്റ് ഡൈയിൽ ഈവൻ നമ്പർ വരുന്ന പ്രോബിലിറ്റീസ് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഈവൻ നമ്പർ അപ്പിയർ ചെയ്യുന്നതും റെസ്റ്റ് ഓഫ് ദ അതായത് സെക്കൻഡ് ഡൈയിൽ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഈവൻ നമ്പർ വരുന്നത് 2, 4, 6കളാണ് ഈവൻ നമ്പർ. നിങ്ങൾക്ക് 2, 1, 2, 2, 2, 3 അങ്ങനെ എഴുതി പോയി 2, 6 വരെ എഴുതാം. പിന്നെ അടുത്ത കേസിൽ എങ്ങനെ വരും? ഈ പറയുന്ന ഈവൻ്റ് എന്ന് പറയുന്നത് 4, 1, 4, 2, 4, 3 അങ്ങനെ നമുക്ക് റൈറ്റ് ചെയ്ത് 2, 4, 6 വരെ എഴുതാം. ഇനി ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് 6 എന്ന് പറയുന്ന ആ ഒരു ഈവൻ നമ്പർ കാണിച്ചു, പിന്നെ 1 വന്നു, പിന്നെ 2 വന്നു, പിന്നെ അങ്ങനെ എഴുതിപ്പോയി 6, 6 എന്ന് വരും. ഇവിടെ മൊത്തം ഈ ഈവൻറ്റിന് മാത്രം എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് നോക്കിക്കേ. ഇവിടെ ഫസ്റ്റ് എത്ര വരും? ഈ ഒരു റോയിൽ ഈ ഒരു റോ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 എണ്ണം വരും. താഴോട്ട് കോളം എടുത്തു കഴിഞ്ഞാൽ 3 വരും. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് പറഞ്ഞു കഴിഞ്ഞാൽ 6 × 3 എന്ന് പറയുന്നത് 18 ആണ്. 18 ആണ് ഇവിടുത്തെ ഈവൻറ്റിൻ്റെ മാത്രം ഔട്ട്കംസ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പറിൻ്റെ ഫസ്റ്റ് ഡേയിൽ ഈവൻ നമ്പർ വരുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രത്യേക ഈവൻറ്റിലെ നമ്പർ ഓഫ് ഔട്ട്കംസ് 18 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 36. ദാറ്റ് ഈസ് 1/2 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 1/2 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. ഓക്കെ, ഈ ഒരു PDF-നകത്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഈ ആക്സിയോമാറ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ആ സെറ്റ് എന്ന് പറയുന്നതും പ്രോബബിലിറ്റി സെറ്റിനകത്തേക്ക് പ്രോബബിലിറ്റിക്കകത്തേക്ക് സെറ്റ് അപ്ലൈ ചെയ്യുക. പിന്നെ പറയുന്ന കണക്ക് ഈ പറയുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ സെറ്റിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിനകത്ത് ആ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കാർഡിൻ്റെ പ്രോബ്ലംസ്, പിന്നെ ഈ പറയുന്ന ബാസ്ക്കറ്റിൽ നിന്നോ ബാഗിൽ നിന്നോ ഈ ബാൾ എടുക്കുന്നത്, ഡിസ്ക് എടുക്കുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, അതിൻ്റെ വേർഡിങ്സും ഏതൊക്കെ അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ അറ്റ്ലീസ്റ്റിനകത്ത് ഇരുന്നുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റൂല. ഓപ്പറേഷൻ ഏതാണെന്ന് മനസ്സിലാവില്ല. അതിന് ഈ പറയുന്ന കണക്ക് കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പം മോഡൽ തുടങ്ങും അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പേടിക്കാണ്ട് മനസ്സിന് നല്ല ശക്തി കൊടുത്ത് മനസ്സിനെ കൊണ്ട് പറയണം നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുമോ. ഈ പറയുന്ന ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റും, പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകൾക്ക് അത്രയും ടൈം കൊടുക്കുക. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും മാത്സ് പഠിക്കാൻ വേണ്ടി നല്ലൊരു ടൈം കൊടുക്കുക. എല്ലാ ദിവസവും മാത്സ് പഠിക്കണം, എല്ലാ ചാപ്റ്ററും കവർ ചെയ്യണം. എല്ലാ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് അറിയാത്ത പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് കവർ ചെയ്യുക, ദെൻ NCERT എക്സാംപ്ലർ നോക്കുക, ദെൻ ഈ പറയുന്ന പോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എവിടുന്നേലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ആ ലെവല് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, പേടിക്കാതെ പഠിക്കുക. ശരി, ഓക്കെ. ദെൻ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.